മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. മണ്ണിൻ്റെ അഭാവത്തിലെ കാർഷിക രീതികളെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണ്. നാം നിൽക്കുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടം കാര്യവട്ടത്ത് കല്ലമ്പള്ളി ലൈനിൽ TC 9/2445 വൈഗയിലാണ്. റിലയൻസ് ജിയോ യൂസർ എക്സ്പീരിയൻസ് ആൻഡ് ഡിസൈൻ മാനേജറായ സന്തോഷ് കുമാറിൻ്റെ ഭവനം. പൂക്കളേക്കാൾ അലങ്കാര ഇലച്ചെടികളിലാണ് സന്തോഷ് കുടുംബത്തിനേറെ ഇഷ്ടമെന്ന് തോന്നുന്നു. ഹൈഡ്രോപോണിക്സ് കൃഷിരീതി അത്യുജ്വലമായ രീതിയിൽ ഇവിടെ പ്രായോഗികമാക്കിയിരിക്കുന്നു. ടെക്നോ പാർക്ക് ഉദ്യോഗസ്ഥയും സന്തോഷിൻ്റെ സഹധർമ്മിണിയുമായ കാർത്തികയ്ക്കും 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മകൾ നിരഞ്ജനയ്ക്കും ഈ കാർഷിക വേദി ഇഷ്ടപ്പെടാതിരിക്കാൻ സാധ്യതയൊന്നുമില്ലല്ലോ. പ്രധാനമായും പാലക് ചീരയ്ക്കാണ് ഇവിടെ ഇടം ഏറെ നൽകിയിരിക്കുന്നത്. സാലഡ് കുക്കുംബർ, തക്കാളി, മുളക്, പുതിന, പയർ, ചീനിയാമര, വെണ്ട എന്നിവ പുതുതായി വീണ്ടും നട്ടുപിടിപ്പിച്ചിട്ടേ ഉള്ളൂ. വെർട്ടിക്കൽ ഹൈഡ്രോപോണിക്സ് കൃഷിരീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. ഈ പാലക് ചീരയ്ക്ക് 40 ദിവസം പ്രായമായി. കിലോയ്ക്ക് ഇപ്പോൾ 40 രൂപ വിലയുണ്ട്. സമഗ്ര പച്ചക്കറി വികസന പദ്ധതി 2016-17 വെജിറ്റബിൾ ഇന്നൊവേഷൻ പ്രോഗ്രാം പ്രകാരം കൃഷിഭവൻ മുഖേന 10,000 രൂപ സബ്സിഡി ലഭിച്ചിട്ടുണ്ട് ഈ സംരംഭത്തിന്. അതിനു മുമ്പ് സ്വന്തമായ ഒരു രീതിയാണ് അവലംബിച്ചിരുന്നത്. ഈ സംരംഭത്തെ സന്തോഷ് കുമാർ തന്നെ പരിചയപ്പെടുത്തുന്നു. പ്രൊഫഷൻ ഞാനൊരു ഡിസൈനറാണ്. കൃഷിയോടുള്ള താല്പര്യം കാരണം കാര്യവട്ടത്തെ എൻ്റെ ചെറിയ വീട്ടിൽ ടെറസിൽ ചെയ്തൊരു കോമ്പാക്ട് ഹൈഡ്രോപോണിക് സിസ്റ്റമാണ് ഈ കാണുന്നത്. ഇത് ഇലകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തൊരു സിസ്റ്റമാണ്. ഇതിനകത്ത് 200 ചെടികളാണ് വെച്ചിരിക്കുന്നത്. പാലക്കാണ് ഈ വെച്ചിരിക്കുന്ന ക്രോപ്പ്. ഇത് ഏകദേശം 30 ദിവസം പ്രായമായതും ഏകദേശം വിളവെടുക്കാൻ സമയമായി റെഡിയായി നിൽക്കുന്ന പാലക് ചെടിയാണിത്. ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണില്ലാത്തൊരു കൃഷി രീതിയാണിത്. ഇതിനകത്ത് മണ്ണ് ഒട്ടൊന്നും ഉപയോഗിക്കുന്നില്ല. വെള്ളത്തിലാണ് ചെടികൾക്ക് ആവശ്യമായ ന്യൂട്രിയൻസും ഓക്സിജനും സപ്ലൈ ചെയ്യുന്നത്. ഈ ചെടിയുടെ വേരുകൾ എപ്പോഴും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക ചെയ്യുന്നത്. വെള്ളത്തിൽ ചെടിക്ക് ആവശ്യമായുള്ള ന്യൂട്രിയൻസ് മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നു. ഇതൊരു കണ്ടിന്യൂസ് ഫ്ലോ സിസ്റ്റമാണ്. അതായത് ഒരു സ്റ്റോറേജ് ടാങ്കിൽ ന്യൂട്രിയൻസ് ആഡ് ചെയ്ത് വെള്ളം നിറച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു മോട്ടർ ഉപയോഗിച്ചിട്ട് ഒരു സൈഡിൽ കൂടെ പമ്പ് ഉപയോഗിക്കുന്നു. അത് കറങ്ങി തിരിച്ച് ടാങ്കിൽ തന്നെ വീഴുന്നു. ആ സിസ്റ്റം കണ്ടിന്യൂസ്ലി സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. NFT സിസ്റ്റം എന്ന് പറയുന്നത് അതായത് ന്യൂട്രിയൻ ഫിലിം ട്രാൻസ്ഫർ. വിവിധ തരം ഹൈഡ്രോപോണിക്സിലെ ഒരു സിസ്റ്റം മാത്രമാണിത്. NFT എന്ന് പറയും, അതായത് ന്യൂട്രിയൻ ഫിലിം ട്രാൻസ്ഫർ. ഇതിനകത്ത് വെള്ളത്തിൻ്റെ ഒരു ലെയർ എപ്പോഴും ഈ പൈപ്പിനകത്തുണ്ടാവും. ഓരോ ടൈമിൽ ഇൻ്റർവെല്ലിൽ പമ്പ് വെച്ചിട്ട് വെള്ളം സെപ്പറേറ്റ് ചെയ്യും. ഇതിനുപയോഗിക്കുന്ന വളം അതായത് ന്യൂട്രിയൻസ് വെള്ളത്തിൽ അലിയുന്ന ടൈപ്പാണ്. സാധാരണ NPK വളം അതിനൊപ്പം കുറച്ച് മൈക്രോ ന്യൂട്രിയൻസും മിക്സ് ചെയ്താണ് റെഡിമെയ്ഡായിട്ടാണ് വരുന്നത്. ഇതിന് വെള്ളത്തിലൊരു നിശ്ചിത അളവിൽ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിരിക്കാൻ പറ്റുമോ ആവശ്യാനുസരണം ടാങ്കിലേക്ക് ആഡ് ചെയ്യുക. ഇത് കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആയിട്ട് സിസ്റ്റമാണ്.
അതായത് ഒരു ദിവസത്തിൽ എത്ര സമയം ഈ യൂണിറ്റ് വർക്ക് ചെയ്യണം, എത്ര സമയം ഇതിനകത്ത് വെള്ളം പമ്പ് ചെയ്യണം എന്നുള്ളത് പ്രീ ഡിഫൈൻഡ് ആയിട്ടൊരു ടൈമർ ഉപയോഗിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് പകലൊരു നിശ്ചിത സൈക്കിളും രാത്രി അതിൽ കുറഞ്ഞ ഡ്യൂറേഷനിലുള്ള സൈക്കിളാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഒഴുകുന്നില്ല, ആവശ്യാനുസരണം മാത്രം വെള്ളം ഒഴുകുന്ന സിസ്റ്റമാണ്. സാധാരണ നിലത്ത് കൃഷി ചെയ്യുന്നതിൽ 90% വെള്ളം ഇതിനകത്ത് ലാഭിക്കാൻ പറ്റും. ഒരു 10% വെള്ളത്തിൽ മാത്രം ഒരു ഫുൾ ക്രോപ്പ് ഇതിനകത്ത് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിനകത്തുനിന്ന് മണ്ണിൽ നിന്നുണ്ടാകുന്ന ഒരു ടൈപ്പ് രോഗബാധകളും ഉണ്ടാവില്ല. കംപ്ലീറ്റ് ആയിട്ടും ഐസൊലേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്തൊരു എൻവയോൺമെൻറ്റാണ് വേര് ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്നത്. ഇവിടെ 2 വശത്തായി 4 ഇഞ്ച് PVC പൈപ്പുകൾ സമാന്തരമായി ഘടിപ്പിച്ച് കൃഷിക്ക് വേണ്ട സ്റ്റാൻഡ് സജ്ജീകരിച്ചിരിക്കുന്നു. PVC പൈപ്പുകളിൽ നടാൻ ഉദ്ദേശിക്കുന്ന പച്ചക്കറി ചെടികൾക്ക് അനുരൂപമായ നിശ്ചിത അകലത്തിൽ 2.5 ഇഞ്ച് റൗണ്ട് ഹോളുകൾ ഇട്ടിട്ടുണ്ടായിരിക്കും. ഹോളിന് ചേരുന്ന തരത്തിലുള്ള നെറ്റ് പോട്ടുകളിൽ തൈകൾ സ്ഥാപിച്ച് ലീക്ക അഥവാ ലൈറ്റ് വെയ്റ്റ് എക്സ്പാൻഡഡ് ക്ലേ അഗ്രിഗേറ്റ് എന്ന മാധ്യമം ഉപയോഗിച്ച് താങ്ങി നിർത്തുന്നു. ലീക്കയ്ക്ക് ഭാരം കുറവും ജലസംഭരണശേഷി കൂടുതലുമാണ്. ഇതിന്റെ ഉപയോഗം മൂലം ജലത്തിന്റെ pH ഘടകവും നിയന്ത്രിക്കപ്പെടുന്നു. ഈ നെറ്റ് പോട്ടുകളെ PVC പൈപ്പിലെ ഹോളുകളിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആദ്യ പടി ഓക്കെ. ഈ PVC പൈപ്പുകളിലൂടെയാണ് വളം ചേർന്ന ജലം സഞ്ചരിക്കുന്നത്. NPKയും സൂക്ഷ്മ മൂലകങ്ങളും അടങ്ങിയ ഫ്രൂട്ടി ഗ്രോ, ഫ്രൂട്ടി ബ്ലൂം, ഫ്രൂട്ടി മൈക്രോ എന്നീ ദ്രാവക രൂപത്തിലുള്ള വളക്കൂട്ടുകളാണ് സന്തോഷ് ഇവിടെ വളമാക്കിയിരിക്കുന്നത്. വെള്ളത്തിൽ അലിയുന്ന വളങ്ങൾ ഉപയോഗിച്ച് ജൈവ രീതിയിലും കൃഷി ചെയ്യാവുന്നതാണ്. ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ ചെടിയുടെ വളർച്ച, വേരുപടലങ്ങളുടെ വികാസം എന്നിവയ്ക്കനുസൃതമായി വളലായനിക്കു പുറമെ ചകിരിച്ചോറ്, പീറ്റ് മോസ്, സ്പോഞ്ച് തുടങ്ങിയവയും വളർച്ചാ മാധ്യമങ്ങളാക്കേണ്ടി വരും. ഓട്ടോമാറ്റിക് സിസ്റ്റം ഉപയോഗിച്ച് പൈപ്പിലൂടെയുള്ള ജലസഞ്ചരണം ഇവിടെ നിയന്ത്രിക്കുന്നു. പൈപ്പിലൂടെ സഞ്ചരിക്കുന്ന വളലായനി മറ്റൊരു ടാങ്കിൽ ശേഖരിക്കപ്പെട്ട് വീണ്ടും ഉപയോഗിക്കുന്നു. ഇതുമൂലം ജലവും വളവും ലാഭിക്കാം. ഇടയ്ക്കിടയ്ക്ക് pH ടെസ്റ്റും ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ് അഥവാ TDS ടെസ്റ്റും നടത്തി അതുപ്രകാരമുള്ള ആവശ്യകതകൾ നിവർത്തിക്കും. ഇത് പൂർണ്ണമായും ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഒരു ടൈമറിൻ്റെ സഹായത്തോടുകൂടി ഒരു ദിവസത്തിൽ എത്ര സമയം ഇതിനകത്ത് ന്യൂട്രിയൻസ് ഫീഡ് ചെയ്യണമെന്നുള്ളത് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ മെയിൻ്റനൻസ് കുറവ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ വെള്ളം ഒഴിക്കുക, അങ്ങനെയുള്ള വളം ഇടുക, അങ്ങനെയുള്ള തലവേദനകളൊന്നുമില്ല ഇതിനകത്ത് തന്നെ. കൂടാതെ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ ബോർഡ് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഇതിനകത്ത് വളരെ മുഖ്യമാണ്. കാര്യം എന്താ വെച്ചാൽ വെള്ളത്തിനകത്തുള്ള ന്യൂട്രിയൻസ് ശരിക്കും വലിച്ചെടുക്കണമല്ലോ. വെള്ളത്തിൽ കാര്യമായ ലെവലിൽ ഓക്സിജൻ അടങ്ങിയിരിക്കണം. ഓക്സിജൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാങ്കിലുള്ള വെള്ളത്തിനകത്ത് എയർ ഫീഡ് ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. പക്ഷേ ടെമ്പറേച്ചർ വ്യത്യാസം വരികയാണെങ്കിൽ വെള്ളത്തിൽ അലിഞ്ഞിരിക്കുന്ന ഓക്സിജൻ്റെ ലെവൽ കുറയാൻ ചാൻസ് ഉണ്ട്. അതിനാൽ തന്നെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. ആഴ്ചയിൽ ഒരിക്കൽ ഇതിൻ്റെ വെള്ളത്തിൻ്റെ pH ലെവൽ നോക്കേണ്ടതാണ്. 5.5-നും 6.5-നും ഇടയ്ക്ക് വെള്ളത്തിൻ്റെ pH മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ഒപ്പം തന്നെ ഒരു EC മീറ്റർ ഉപയോഗിച്ച് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസിൻ്റെ ലെവൽ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. കറക്റ്റ് ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയും ചെയ്യണം. ഈ 2 ഫാക്ടേഴ്സ് അനുസരിച്ചാണ് ചെടിയുടെ ഗ്രോത്തും അതിൻ്റെ ആരോഗ്യവും. കായ്ച്ച കെണിയാണ് ഇവിടെ കീടനിവാരണി. ഈ സംരംഭത്തെപ്പറ്റി ശ്രീകാര്യം കൃഷി ഓഫീസർ വിജയചന്ദ്രൻ നമ്മെ പരിചയപ്പെടുത്തുന്നു. ശ്രീകാര്യം കൃഷിഭവൻ പരിധിയിൽ വരുന്ന ഒരു കർഷകനാണ് ശ്രീ സന്തോഷ് കുമാർ. അദ്ദേഹം ഇപ്പം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെർട്ടിക്കൽ ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്ന പുതിയ സാങ്കേതിക വിദ്യയാണ്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ഥലത്ത് നിന്ന് കൂടുതൽ വിള എടുക്കുക എന്നുള്ളത്. കൂടുതലായിട്ടും പച്ചക്കറി ഇല ഇനത്തിൽപ്പെട്ട പച്ചക്കറികളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. പുതിനയില,
പാലക്ക് എന്നിവ ഇവിടെ കൃഷി ചെയ്തു വരും. വെജിറ്റബിൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം സ്കീമിൽ പെടുത്തി ഇന്നൊവേഷൻ ആക്ടിവിറ്റിയിലെ ഒരു പ്രോജക്റ്റ് സമർപ്പിക്കുകയും അതിൽ നിന്ന് 10,000 രൂപ ധനസഹായം അദ്ദേഹത്തിന് നൽകിയിട്ടുമുണ്ട്. അദ്ദേഹം നല്ല രീതിയിലാണിപ്പോൾ കൃഷി ചെയ്തു വരുന്നത്. ഈ ഹൈഡ്രോപോണിക്സിൻ്റെ പ്രത്യേകത ഒന്ന്, കുറച്ച് സ്ഥലത്ത് നിന്ന് കൂടുതൽ ആദായം എടുക്കുക. രണ്ടാമത്, കുറച്ച് സമയം, സാധാരണ എടുക്കുന്നതിനേക്കാൾ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ വിള കിട്ടുകയും മണ്ണിൽ നിന്ന് വരുന്ന രോഗാണുക്കൾ ഇല്ലാത്തതിനാൽ കൂടുതൽ കീടനാശിനികളുടെ പ്രയോഗം ഇല്ലാതെയും വരുന്നതുകൊണ്ട് ഇത് കൂടുതൽ വിഷരഹിത പച്ചക്കറിയായി നമുക്ക് കാണാവുന്നതാണ്. ഹൈഡ്രോപോണിക്സ് കൃഷിയുടെ നേട്ടങ്ങളേറെയാണ്. പരിമിതമായ സ്ഥലത്തും പച്ചക്കറി കൃഷി ചെയ്യാവുന്നതാണ്. ജലം, വളം എന്നിവ മിതമായേ ആവശ്യമുള്ളൂ. മണ്ണിൽ കൃഷിക്ക് ഉപയോഗിക്കുന്ന 90% വെള്ളം ഇവിടെ ലാഭിക്കാം. ടെറസും മറ്റും വൃത്തികേടാകുന്നില്ല എന്ന് മാത്രമല്ല, ടെറസിനും ഫ്ലാറ്റിനുമൊക്കെ അലങ്കാരവുമാണ് ഈ രീതി. എല്ലാറ്റിനുമുപരി ആനന്ദദായകവുമാണ് ഈ ഹൈഡ്രോപോണിക്സ് കൃഷിരീതി. എന്തായാലും സന്തോഷ് കുമാറിൻ്റെ ഈ സംരംഭം അനുകരിക്കാൻ ആരും കൊതിക്കുക തന്നെ ചെയ്യും. നൂറുമേനിയുടെ അടുത്ത വരവിന് കൂടുതൽ വിഭവസമൃദ്ധിയുമായി ഈ വേദി നമ്മെ കാത്തിരിക്കുന്നുണ്ടാവും. കൂടുതൽ വിവരങ്ങൾക്ക് സന്തോഷ് കുമാർ എസ്, ഫോൺ 9746 719785. പച്ചക്കറി മൂല്യവർദ്ധിത ഉൽപ്പന്നശാലയിലെ ശെൽവമണിനാഥം. കേരള സർക്കാരിൻ്റെ സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയിൽ പ്രത്യേകം പരിഗണിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് പച്ചക്കറികളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന വിപണനം. ഈ പദ്ധതിയെ പാലക്കാട് നെന്മാറ ബ്ലോക്കിലെ എലവഞ്ചേരി കൃഷിഭവൻ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെ എന്ന് പരിചയപ്പെടുകയാണ് ഇന്ന് നൂറുമേനി പ്രേക്ഷകർ. വിവിധയിനം വറ്റൽ നിറച്ച താലങ്ങളുമായി നമ്മെ വരവേൽക്കാൻ ഈ കുട്ടികൾ നിൽക്കുന്നത് എലവഞ്ചേരി പനങ്ങാട്ടിരിയിലെ കർഷകനായ വി ശെൽവമണിയുടെ അമ്പലപ്പറമ്പ് വീട്ടിലാണ്. നമ്മളെയും കൊതിപ്പിക്കാനാവും, പലരും ഓരോന്നിടത്ത് കുറിച്ചാണ് നിൽപ്പ്. എലവഞ്ചേരി കൃഷിഭവനിലെ കൃഷി ഓഫീസർ രേഷ്മ NT-യുടെ വാക്കുകൾ ശ്രദ്ധിച്ച ശേഷം മുന്നോട്ട് പോകുന്നതാവും ഉചിതം. പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് എലവഞ്ചേരി പഞ്ചായത്ത്. അപ്പോൾ ഉൽപ്പാദനം കൂടുതലായതുകൊണ്ട് തന്നെ അതിൻ്റെ മാർക്കറ്റിങ്ങും വളരെയധികം പ്രശ്നമുള്ളതായി തീർന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പച്ചക്കറി എന്ന് പറയുമ്പോൾ ഒരാഴ്ചക്കാലമേ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ മൂല്യവർദ്ധനം എങ്ങനെ സാധ്യമാകും എന്നൊരു ചിന്തയിൽ നിന്നാണ് ഇതുപോലുള്ള വറ്റൽ കൊണ്ടാട്ടം ഉണ്ടാക്കാനുള്ളൊരു യൂണിറ്റ് തുടങ്ങാമെന്നൊരു ചിന്ത ഉത്ഭവിച്ചത്. നമ്മുടെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൻ്റെ സഹായത്തോടു കൂടി അങ്ങനെ എലവഞ്ചേരിയിൽ ഒരു യൂണിറ്റ് ആരംഭിക്കുകയുണ്ടായി. പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന 10ഓളം കർഷകരെ ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു സമിതി രൂപവൽക്കരിച്ചു. അതിൻ്റെ സെക്രട്ടറിയാണ് ശ്രീ ശെൽവമണി. പച്ചക്കറി മൂല്യവർദ്ധനം എന്ന് പറയുമ്പോൾ തന്നെ വറ്റൽ കൊണ്ടാട്ടം ഉണ്ടാക്കലാണ്. അതിൽ തന്നെ വൈവിധ്യവൽക്കരണം കൊണ്ടുവരാൻ സാധിച്ചു എന്നതാണ് ഈ സമിതിയുടെ ഏറ്റവും വലിയ വിജയം. നമ്മുടെ വകുപ്പിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഒരു യൂണിറ്റ് തുടങ്ങുന്നതിനും അതിനു വേണ്ടുന്ന പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ ഇവിടെ കൊണ്ടുവന്ന് മൂല്യവർദ്ധന നടത്തി വിപണനം നടത്തുകയാണ് ഈ യൂണിറ്റിൽ പ്രധാനമായും ചെയ്യുന്നത്. പാവയ്ക്ക കൊണ്ടാട്ടം, പയർ വറ്റൽ, അതുപോലെ മണിത്തക്കാളി, അരി വറ്റൽ, മുളക് വറ്റൽ, വൈവിധ്യങ്ങളാർന്ന പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. മാർക്കറ്റിനെ അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. കാരണം ഇപ്പോൾ ഉപ്പിലിട്ടതും ഉപ്പ് ഇല്ലാത്തതുമായിട്ടുള്ള കൊണ്ടാട്ടങ്ങൾ ഇവിടെ ലഭ്യമാണ്. മാത്രമല്ല പച്ചക്കറിയുടെ ഒരു ബൾക്കിനെസ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ ഒരു 1000 കിലോ പച്ചക്കറി ഉണക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു 100 കിലോ 65 കിലോ അടുത്താണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു ബൾക്കിനെസ് നമുക്ക് ഒതുങ്ങി കിട്ടുമെന്ന് മാത്രമല്ല കൂടുതൽ കാലം സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാവും. ഒരാഴ്ച സൂക്ഷിക്കാൻ പറ്റുന്ന പച്ചക്കറി ഒരു വർഷക്കാലം വറ്റലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. 10 കർഷകരുടെ കൂട്ടായ്മയിൽ എലവഞ്ചേരി കൃഷിഭവന്റെ കീഴിൽ രൂപീകൃതമായ പച്ചക്കറി മൂല്യവർദ്ധിത സമിതിയിലെ ഒരംഗമാണ് ശെൽവമണി.
പച്ചക്കറിയിൽ നിന്നും വിവിധയിനം കൊണ്ടാട്ടങ്ങൾ ഇവിടെ തയ്യാറാക്കുന്നു. പാവയ്ക്ക, താമരക്കിഴങ്ങ്, വെണ്ടയ്ക്ക, പയർ, വാഴപ്പിണ്ടി, വെള്ളമുളക്. ഇതിനു പുറമെ അരിവറ്റലും മണിത്തക്കാളി കൊണ്ടാട്ടവും. കൃഷിഭവൻ മുഖേന 2 ലക്ഷം രൂപയ്ക്ക് കട്ടിംഗ് മെഷീൻ, സീലിംഗ് മെഷീൻ, വെയിങ് ബാലൻസ് തുടങ്ങിയവ വാങ്ങി നൽകിയിട്ടുണ്ട്. ഒരു ഡ്രയറും ഉടനെ ലഭ്യമാക്കുന്നതാണ്. ഇവിടുത്തെ പ്രവർത്തന രീതികളെ ശെൽവമണി പരിചയപ്പെടുത്തുന്നു. 20 വർഷം കൂടുതൽ പഴക്കമായി പച്ചക്കറി കൃഷി തുടങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് വിലയുണ്ടാകുമ്പോഴൊന്നും ഇത് വലിയ നഷ്ടം വരാതെ കൃഷി ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ VFSക്കിൻ്റെ കീഴിലാണ് പച്ചക്കറികൾ കംപ്ലീറ്റ് കയറ്റി പോകുന്നത്. ഞാൻ 10 വർഷം മുമ്പ് സ്വന്തമായിട്ട് ഇവിടുന്ന് 10 ടൺ പാവയ്ക്ക, 10 ടൺ പയർ, 10 ടൺ പടവളങ്ങ ഇവിടുന്ന് പാലക്കാട് നിന്ന് കണ്ണൂർ വരെയും തിരുവനന്തപുരം വരെയും അയച്ചുകൊണ്ടിരുന്നു മാർക്കറ്റിലേക്ക്. അവിടെ നിന്ന് കച്ചവടക്കാർ വരും, ഇവിടെ വന്ന് 2-3 ടണ്ണായിട്ട് 10 വണ്ടി വന്ന് അപ്പോഴും കയറ്റിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഈ പാവയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ 5 രൂപ, 10 രൂപ, 15 രൂപയായിരുന്നു വില. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് 30 രൂപ വരെയും പാവയ്ക്കയ്ക്ക് വിലയായി. പിന്നെ പടുവളങ്ങ പെട്ടെന്ന് വിലയില്ലാതെ ഒരു സാഹചര്യം വന്നു. നമ്മളിപ്പോൾ ഒരു 1000 കിലോ പാവയ്ക്ക നല്ല പാവയ്ക്ക കൊടുത്താൽ അതിൽ ഏറ്റവും സെക്കൻഡ് പാവയ്ക്ക 200 കിലോ വരും. നല്ല പാവയ്ക്ക 1000-ൽ 200 കിലോ സെക്കൻഡ് പാവയ്ക്ക. അപ്പോൾ ഈ സെക്കൻഡ് പാവയ്ക്ക നമ്മൾ വെറുതെ തൊടിയിൽ കൊണ്ട് കൊട്ടും, അല്ലെങ്കിൽ തെങ്ങിൽ കൊട്ടും, അങ്ങനെയുള്ള കാലഘട്ടമായിരുന്നു. പിന്നെ 2 രൂപയ്ക്കാണ് ഇത് കൊടുത്തുകൊണ്ടിരുന്നത് ഈ പാവയ്ക്ക. ആ ഘട്ടത്തിൽ ഞങ്ങളത് ഒന്ന് ഉണങ്ങി ചെയ്യാമെന്ന് പറഞ്ഞ് ഉണക്കി കൊണ്ടാട്ടമാക്കി വറ്റലാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ കുറച്ച് ചെയ്തു. ഈ കൊണ്ടാട്ടത്തിന് നല്ല മാർക്കറ്റ് പാലക്കാട് ഉണ്ടെങ്കിലും ഇത് ഈ അയൽക്കൂട്ടം വഴിയോ അങ്ങനെ ആരെങ്കിലും വന്ന് 5 കിലോ 10 കിലോനെ വാങ്ങിച്ചിട്ട് പോവുള്ളൂ. പിന്നെ കടകളിൽ കൊടുക്കാൻ പറഞ്ഞാൽ ഞാനൊരു സപ്ലൈക്കോ ഗവൺമെൻറ്റിൻ്റെ ഇതിലാകുമ്പോൾ നമുക്ക് പേടിക്കാണ്ട് പൈസയെല്ലാം കിട്ടും എന്ന ഒരു ഇതിൽ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ കൊണ്ട് കൊടുത്തു. അത് ഞാനൊരു 5 വർഷം പാലക്കാട് മാവേലി സ്റ്റോറിൽ സൂപ്പർ മാർക്കറ്റിൽ കൊടുത്തുകൊണ്ടിരുന്നു. അത് കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ എല്ലാവരും കുറച്ച് കുടിൽ വ്യവസായം പോലെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരും വരും. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഈ കൃഷി ചെയ്യുന്നവർക്ക് നമുക്ക് ഒരു 10 ടൺ പാവയ്ക്കോളം കൃഷി ചെയ്താൽ നല്ല പാവയ്ക്ക കിട്ടും. അപ്പോൾ 2 ടണ്ണോളം അതിൽ ഈ മോശമുള്ള പാവയ്ക്ക വന്നാൽ ഇതിനെ കംപ്ലീറ്റ് ഉണക്കിയെടുക്കും. പെട്ടെന്നൊരു ബന്ധു വരികയാണെങ്കിൽ നമുക്ക് ഈ പാവയ്ക്ക ഇവിടുന്ന് കയറിപ്പോകാതെ വരും. കയറിപ്പോകാതെ വന്നു കഴിഞ്ഞാൽ എവിടെയും കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോൾ കുറച്ചല്ല, 2000 കിലോ 3000 കിലോ വരെ പാവയ്ക്ക ഉണ്ടാവും. നമ്മളതിനെ അരിഞ്ഞ് ഉണങ്ങി നമ്മുടെ സമയത്തിന് ഇപ്പോൾ പച്ച പാവയ്ക്കാണെങ്കിൽ കൊടുത്തും പിറ്റേ ദിവസം തന്നെ പൈസ കിട്ടും, അല്ലെങ്കിൽ ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ പൈസ കിട്ടും. അത് കിട്ടില്ല. ചിലപ്പോൾ 1 വർഷം വരെ കാത്തിരിക്കേണ്ടി വരും. 5 കിലോ 10 കിലോ ആയിട്ട് വേണം കൊടുക്കാൻ. 1 ടണ്ണ് പാവയ്ക്ക് ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് 5 കിലോ മുതൽ 8 കിലോ വരെയേ കിട്ടുള്ളൂ. അത് പറഞ്ഞാൽ നമ്മൾ സീഡില്ലാതെ ഉണക്കിയെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് 5-ന്ന് 8 കിലോ വരെയേ കിട്ടുള്ളൂ. 100 കിലോ ഉണക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 5 കിലോ. അപ്പോൾ 1000 കിലോ പറയുമ്പോൾ 50 കിലോ പാവയ്ക്ക, ഉണക്ക പാവയ്ക്ക കിട്ടും. കൂടിയത് പിന്നെ കുറച്ച് ഒരു ചെറിയ ഇതുണ്ടെങ്കിൽ നമുക്കൊരു 8 കിലോനും കിട്ടും. അങ്ങനെയാണ് നമുക്ക് ഈ പാവയ്ക്ക. അതേപോലെയാണ് നമ്മൾ പയറും ചെയ്യുന്നത്. ഈ കുറ്റിപ്പയർ മുറിച്ച് നന്നായിട്ട് ആവിയിൽ പുഴുങ്ങി ഉപ്പും മുളകും എല്ലാം ഇട്ട് ആവിയിൽ പുഴുങ്ങിയിട്ട് വേണം ഇത് ഉണക്കാൻ. അപ്പോൾ നമുക്ക് ഈ നല്ല ഈ ഹൈബ്രിഡ് പയർ, നല്ല നീളമുള്ള പയറൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല മാർക്കറ്റായിട്ട് വരുന്നുണ്ട്. 100 കിലോ പയർ ചെയ്താൽ നമുക്കതിൽ 10 കിലോ കിട്ടും. നല്ല ഹൈബ്രിഡ് പയറാണെങ്കിൽ 10 കിലോ കിട്ടും. നമുക്കിപ്പോൾ മാർക്കറ്റിൽ 40 രൂപയാണ് വില എങ്കിൽ ഇത് പിന്നെ നമുക്ക് 45-50 രൂപ വരെ 1 കിലോ പയറിന് വിലയായിട്ട് എടുക്കാൻ പറ്റും കൊണ്ടാട്ടമായിട്ട് ചെയ്യുകയാണെങ്കിൽ. അതിൽ നമുക്ക് ഇപ്പോൾ ഏത് സമയത്തും പയർ പറഞ്ഞാൽ ക്വാളിറ്റി മോശമാകും. ആദ്യം ഫസ്റ്റ് ക്വാളിറ്റി എല്ലാം 40 രൂപയ്ക്ക് പോയി കഴിഞ്ഞാൽ അവർ സെക്കൻഡ് ക്വാളിറ്റി 20 രൂപയ്ക്ക് എടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ 20 രൂപയ്ക്ക് അത് കൊടുക്കില്ല. നമ്മളതിനെ അരിഞ്ഞ് ഉണക്കുമ്പോൾ നമുക്ക് അത് നല്ല ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് പയറിന് കൊടുക്കാൻ സാധിക്കും. കൊണ്ടാട്ടമായിട്ട് കൊടുക്കണം. അതാണ് പയറിൻ്റെ. സഞ്ജില്ല ഫുഡ് പ്രോഡക്ട്സ് എന്നുള്ള ബ്രാൻഡ് നെയിമിൽ 1/2 കിലോ 1 കിലോ പാക്കുകളിലാണ് കൊണ്ടാട്ടങ്ങൾ വിപണിയിലെത്തുന്നത്. കൃത്യമായി തൂക്കി പാക്കുകളിലാക്കി സീൽ ചെയ്യുന്നതിനുള്ള സംവിധാനം ഇവിടെ തന്നെയുണ്ട്. മസാല പാവയ്ക്ക കൊണ്ടാട്ടം 1/2 കിലോ പാക്കിന് ഇപ്പോൾ 175 രൂപയാണ് വില. റൈസ് കൊണ്ടാട്ടം 1/2 കിലോയ്ക്ക് 75 രൂപയും വാഴപ്പിണ്ടി വെണ്ടയ്ക്ക കൊണ്ടാട്ടങ്ങൾക്ക് 90 രൂപയുമുണ്ട് 1/2 കിലോയ്ക്ക്.
പുരയിടങ്ങളിൽ ധാരാളമായി കാണുന്ന ഒരു സസ്യമാണ് മണിത്തക്കാളി. എലവഞ്ചേരി കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് സുരേഷ് ബാബു പറയുന്നത് ശ്രദ്ധിക്കൂ. മണത്തക്കാളി ഇതിൻ്റെ കായും ഇലയും നമുക്ക് കറി വയ്ക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. കായ് നമുക്ക് പുളിയായിട്ട് ഉപയോഗിക്കാനും അത് കൊണ്ടാട്ടം ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നു. ഇലക്കറിയായിട്ട് ഉപയോഗിക്കാം, തോരൻ വയ്ക്കാൻ ഉപയോഗിക്കാം. ഇത് ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. ഇത് കൂടുതൽ ഒരു 100 കിലോ ഉണ്ടെങ്കിലേ നമുക്കൊരു 10 കിലോ വറ്റിലായിട്ട് അത് മാറ്റാൻ പറ്റുള്ളൂ. ഇത് നല്ലൊരു ഔഷധ ഗുണം ഉള്ള പച്ചക്കറി വർഗ്ഗത്തിൽപ്പെട്ടതാണ്. ഉൽപാദനം വർദ്ധിച്ചാൽ വിപണിയിൽ വിലയിടിയും, കൃഷി നഷ്ടത്തിലുമാവും. ഇവിടെയാണ് പച്ചക്കറികളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുന്നതിനുള്ള പ്രസക്തിയേറുന്നത്. കൂടിയ വില കിട്ടുന്ന സമയത്ത് വിപണിയിലെത്തിക്കാം. ഇതാ കൊണ്ടാട്ടത്തിനായി പയർ നുറുക്കി തുടങ്ങിയിരിക്കുന്നു. ഈ പാചകപ്പുരയിലെ പരമാധികാരി ശെൽവമണിയുടെ ധർമ്മപത്നി രമണി തന്നെയാണ്. 20 വർഷത്തോളമായി ശെൽവമണി കാർഷിക രംഗത്ത് ചുവടുറപ്പിച്ചിട്ട്. കേരളത്തിലെ കാർഷിക സമൃദ്ധികൾ കണ്ടും അറിഞ്ഞും അത്ഭുതം കൂറിയും വാഴ്ത്തിയും മുന്നേറുമ്പോൾ കർഷക സുഹൃത്തുക്കൾക്ക് മാതൃകയും പ്രചോദനവുമായി കർമ്മവീഥിയിൽ നിൽക്കുന്ന ഈ ശെൽവമണിയുടെ അമ്പലപ്പറമ്പിൽ നിന്നും ഒരു മണിത്തക്കാളി തൈ കൂടി നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ശെൽവമണി വി, ഫോൺ 9447533060.